ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മേടിക്കും പിന്നെ നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. ആദ്യം നമ്മളൊരു കുറച്ച് തേങ്ങാക്കൊത്തെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ വറ്റൽമുളകും ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് കുനുകുന അരിഞ്ഞ സവാള നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റണം. അതിനുശേഷം എന്ന് പറഞ്ഞാൽ പൊടികളായിട്ട് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എന്നിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അതിൽ പൊടികളായിട്ട് കുരുമുളക് പൊടി കുറച്ച് എടുക്കണം, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല കുറച്ച്, അതായത് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത് പൊടിപ്പിച്ചതാണ്. അതും കൂടി ചേർത്ത് ഇളക്കി ഈ നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് ഒരു തക്കാളി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇത്രയും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ഇത് ഞാൻ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇത് നമ്മൾ പിന്നെ അതിന് ശേഷം ലാസ്റ്റ് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. എരിവ് നോക്കിയിട്ട്, ഇതിന് അത്യാവശ്യം എരിവുണ്ട് കാരണം കുരുമുളകും ചില്ലി ഫ്ലേക്സും നല്ല എരിവ് കാണും. പിന്നെ ഇത് വേണമെങ്കിൽ നല്ല വറ്റിച്ചെടുക്കാം. ഞാൻ ഒത്തിരി ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം.